ട്രൈ ചെയ്ത് നോക്ക്. കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ക്ലൈമ്പിംഗ് ഹഗ്. പിന്നീട് വരുന്നതാണ് എള്ളും അരിയും പോലെ. ഇത് നായികയും നായകനും കട്ടിലിൽ കിടന്ന് പരസ്പരം കെട്ടിപ്പിടിക്കുമ്പോൾ ഒരാളുടെ കൈകളും തുടകളും മറ്റേയാളുടെ കൈകളാലും തുടകളാലും ചുറ്റപ്പെടുകയും അവ പരസ്പരം ഉരസുകയും ചെയ്യുന്നു. ഇതിനെ എള്ളും അരിയും ചേർന്ന മിശ്രിതം പോലെ ആലിംഗനം എന്ന് പറയുന്നു. മനസ്സിലായല്ലോ? അതായത് ഹഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതായത് പലരുടെയും വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹഗ്ഗിനെ പറ്റി വലിയ ധാരണയില്ല. പലരും വിചാരിച്ച് വെച്ചേക്കുന്ന ഹഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് മാത്രമാണെന്നാണ്. പക്ഷെ അതല്ല. നമ്മളെ എന്നാ പറയുക, ഇത് ഇങ്ങനെ വെച്ചെന്ന് വെച്ചു, ഇതിനും ഒരു ഹഗ്ഗുണ്ട്. അതായത് സ്പർശനം. ആ ഒരു സ്പർശനത്തെയാണ് നമ്മൾ ഹഗ്ഗ് എന്ന് പറയുന്നത്. ആ ഒരു ചൂടും അതുപോലെ തന്നെ പ്രഷറും എല്ലാം ചേരുമ്പോഴത്തേനും അതൊരു ഹഗ്ഗായിട്ട് മാറുകയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നായികയും നായകനും കട്ടിൽ കിടന്ന്, അത് ഞാൻ പറഞ്ഞല്ലോ, എള്ളും അരിയും പോലുള്ള ഹഗ്ഗ്. ഇനിയാണ് പാലും വെള്ളവും പോലെയുള്ള ഹഗ്ഗ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡാർക്കാണ്. അതായത് പരിക്കുകൾ അവഗണിച്ച് സെക്സിൽ ഏർപ്പെടുമ്പോൾ ഈ 3, 4, അതായത് ഇപ്പോൾ പറഞ്ഞതും അതുപോലെ തന്നെ ഇനി പറയുന്ന പാലും വെള്ളവും പോലുള്ള ഇത് രണ്ടെണ്ണവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് ഉള്ള ഒരു ഹഗ്ഗാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത് പരിക്കുകൾ അവഗണിച്ച് സെക്സിൽ